ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വിൻ്റെ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 2024 കേരളവുമായി ബേസ് ചെയ്ത കുറച്ച് കറണ്ട് അഫേഴ്സാണ്. നിങ്ങൾക്ക് ഇനി വരുന്ന കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. 2024 ജനുവരിയിൽ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനവും കേരളമാണെന്ന് ഓർക്കുക. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2024 ജനുവരിയിൽ ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനവും കൂടിയാണ് കേരളം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ഉത്സവം. ഉത്സവം എന്നാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ പേര്. 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് 39ാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല. 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കായികമേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? അത് വയനാടാണ്. വയനാടാണ് 2024 നടക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുഷ്പ കായികമേളയ്ക്ക് വേദിയാകുന്ന കേരളത്തിലെ ജില്ല. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല ഏതാണ്? കാസർഗോഡാണ്. കാസർഗോഡാണ് 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്ന ജില്ല. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരത്തെ മലയൻകീഴ് എന്ന ഗ്രാമപഞ്ചായത്താണ്. മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് മികച്ച ഗുണനിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങൾക്കുള്ള ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യയുടെ ദേശീയ എക്സലൻസ് അവാർഡ് ലഭിച്ചത്. സംസ്ഥാന നൈപുണ്യ വികസന മിഷന്റെ കീഴിൽ ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? അത് പാപ്പനംകോടാണ്. പാപ്പനംകോടാണ് ആദ്യ ജില്ലാ നൈപുണ്യ വികസന കേന്ദ്രം നിലവിൽ വരുന്നത്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത് എവിടെയാണ്? തോന്നയ്ക്കൽ ബയോലൈഫ് സയൻസ് പാർക്ക്. തോന്നയ്ക്കൽ ബയോലൈഫ് സയൻസ് പാർക്കിലാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള 2024 വേദിയാകുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് കേരള ശ്രീ ഫുഡ് കഫേ നിലവിൽ വന്ന ജില്ല എവിടെയാണ്? ആഴക്കുളമാണ്. ട്രിവാൻഡ്രത്തെ ആഴക്കുളത്താണ് കേരള ശ്രീ ഫുഡ് കഫേ നിലവിൽ വരുന്നത്. സംസ്ഥാനത്ത് പൊതുമേഖലയിൽ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ട്രിവാൻഡ്രത്തെ RCCയിലാണ്. ട്രിവാൻഡ്രത്തെ RCCയിലാണ് സംസ്ഥാനത്തെ പൊതുമേഖലയിലെ ആദ്യ റോബോട്ടിക് സർജറി യൂണിറ്റ് സ്ഥാപിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന നഗരസഭ ഏതാണ്? അത് കൊട്ടാരക്കരയാണ്. സംസ്ഥാനത്ത് ആദ്യ തുളസി വനം ആരംഭിച്ചത് എവിടെയാണ്? കോന്നി ഇക്കോ ടൂറിസം. കോന്നി ഇക്കോ ടൂറിസത്തിലാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് തുളസി വനം ആരംഭിച്ചത്. 1,00,000-ന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? ആലപ്പുഴ. ആലപ്പുഴയാണ് 1,00,000-ന് മുകളിൽ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ളത്. എന്നാൽ 1,00,000-ന് താഴെ ജനസംഖ്യയുള്ള കേരളത്തിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? അത് വർക്കലയാണ്. 1,00,000-ന് മുകളിലാണെങ്കിൽ അത് ആലപ്പുഴയും താഴെയാണെങ്കിൽ അത് വർക്കലയുമാണ്. അത് ഓർക്കുക. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണ്? അത് എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത് എവിടെയാണ്? അത് ഹരിപ്പാടാണ്. ഹരിപ്പാടാണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിങ്ങിന് വേദിയായത്. മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രിയാണ്
കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് മികച്ച ശിശു സൗഹൃദ സേവനങ്ങൾക്ക് ദേശീയ മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ആശുപത്രി. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലമാണ് ഫറോക്ക് പാലം. കോഴിക്കോട്ടെ ഫറോക്ക് പാലമാണ് കേരളത്തിലെ ആദ്യത്തെ ദീപാലംകൃത പാലം. കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത് കോഴിക്കോട് കോർപ്പറേഷനാണ് കെ സ്മാർട്ട് വഴി അതിവേഗം ആദ്യ കെട്ടിട പെർമിറ്റ് ലഭ്യമാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ AC ബസ് സർവീസ് നടത്തുന്ന സ്ഥലമാണ് കണ്ണൂർ. കണ്ണൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സോളാർ AC ബസ് സർവീസ് നടത്തുന്ന സ്ഥലം. സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആകാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം ഏതാണ്? നമ്മുടെ തൃശ്ശൂരുള്ള കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലമാണ് സംസ്ഥാന സർക്കാർ സാംസ്കാരിക സർവകലാശാല ആക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ സ്ഥാപനം. ലക്ഷദ്വീപിലെ ആദ്യ ഓൺ ഗ്രിഡ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ്? അത് കവരത്തിയിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ടീമിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ് എവിടെയാണ്? കണ്ണൂരിലുള്ള മുഴപ്പിലങ്ങാട് VPR മുഴപ്പിലങ്ങാടിൽ വെച്ചിട്ടാണ് കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തലത്തിൽ ടീമിൽ ടെന്നീസിൽ പരിശീലനം നൽകുന്ന ക്ലബ്ബ്. മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ ആരാണ്? ഹേമലതയാണ് മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡർ. 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകനാണ് സ്വാമി ആനന്ദ തീർത്ഥൻ. ഇത് 2024 ജനുവരിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ 119ാമത് ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകനാണ് സ്വാമി ആനന്ദ തീർത്ഥൻ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരായിരുന്നു? എസ് ശ്രീകലയാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാണ്? എൻ ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവ്. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? അത് PK വീരമണിദാസനാണ്. സംസ്ഥാന ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് UV ജോസ് ആണ് സംസ്ഥാനത്തെ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത്. മാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? VS അച്യുതാനന്ദനാണ് മാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ലഭിച്ചത് പെരുമാൾ മുരുകനാണ് പ്രഥമ സ്വാമി ആനന്ദ തീർത്ഥൻ അവാർഡ് ലഭിച്ചത്. സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? രമേശ് നാരായണനാണ് സബർമതി ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ സംഗീത രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള KP ഉദയഭാനു സ്മാരക പുരസ്കാരം ലഭിച്ചത്. മികച്ച കഥ നോവലിനുള്ള കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പുരസ്കാരം നേടിയത് VK മോഹൻകുമാറിനാണ്. അദ്ദേഹത്തിൻ്റെ ഉണ്ടക്കണ്ണൻ്റെ കാഴ്ചകൾ എന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയത്. മികച്ച കവിതയായിട്ട് തിരഞ്ഞെടുത്തത് ദിവാകരൻ വിഷ്ണുമംഗലം എന്ന ആളുടെ ബെല്ല ബലൂൺ എന്ന കവിതയാണ്. അതുപോലെ മികച്ച ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ ആയിട്ട് തിരഞ്ഞെടുത്തത് സെബാസ്റ്റ്യൻ പള്ളിത്തോട്. വിവർത്തനം ശ്രീകൃഷ്ണൻകുട്ടി. മികച്ച പാർലമെൻ്ററി പ്രവർത്തനങ്ങൾക്കുള്ള 2024 സൻസദ് മഹാരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയായിരുന്നു? RSP നേതാവായ NK പ്രേമചന്ദ്രനും കോൺഗ്രസ് നേതാവായ അധീർ രഞ്ജൻ ചൗധരിക്കുമാണ്. സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ ചാത്തനാഥ് അച്യുതനുണ്ണിക്കാണ് സാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ അധ്യാപകർക്കുള്ള 2023-24 പ്രൊഫസർ S ഗുപ്തൻ നായർ പുരസ്കാരം ലഭിച്ചത്. പത്രപ്രവർത്തകനായ N രാമചന്ദ്രൻ്റെ സ്മരണാർത്ഥമുള്ള ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അത് ശശി തരൂറിനാണ് പൊതുപ്രവർത്തനത്തിനുള്ള N രാമചന്ദ്രൻ പുരസ്കാരം ലഭിച്ചത്. ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് ആരായിരുന്നു? പ്രൊഫസർ BR കമ്പോജ് ആണ് ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്.
ഫിഡെ ലോവർ റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമായിരുന്നു എസ്.എൽ. നാരായണൻ. അദ്ദേഹത്തിൻ്റെ റാങ്ക് 42. അപ്പോൾ ഫിഡെ നോവൽ റാങ്കിങ്ങിൽ എത്തിയ ആദ്യ മലയാളി താരമാണ് എസ്.എൽ. നാരായണൻ. 42ാമത് റാങ്കായിരുന്നു ലഭിച്ചിരുന്നത്. 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച ഗായകനായിരുന്നു യേശുദാസ്. യേശുദാസാണ് 2024 ജനുവരിയിൽ ശതാഭിഷേകം ആഘോഷിച്ച ഗായകൻ. കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത് ആരായിരുന്നു? അശ്വതി ശ്രീകാന്ത്. അശ്വതി ശ്രീകാന്താണ് കാളി എന്ന കഥാസമാഹാര പുസ്തകം എഴുതിയത്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം എഴുതിയത് പ്രഭാവർമ്മയാണ്. ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം എഴുതിയത്. വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ശശി തരൂർ. ശശി തരൂറാണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവൽ എഴുതിയത് ഷീല ടോമിയാണ്. ഷീല ടോമിയാണ് ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിൻ്റെ രചയിതാവ്. അദൃശ്യ നദി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ടി പത്മനാഭൻ. ടി പത്മനാഭനാണ് അദൃശ്യ നദി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. നൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? സൽമാൻ റുഷ്ദി. സൽമാൻ റുഷ്ദിയാണ് നൈഫ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ് തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികൾ. തോൽക്കുന്ന യുദ്ധത്തിലെ പടയാളികളാണ് സുഗതകുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയുടെ പേര്. ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഏതാണ്? ഇന്ദ്രധനുസ്. പേര് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ്. കുമാരനാശാൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഏതായിരുന്നു? ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്നതാണ് കുമാരനാശാൻ്റെ ജീവിതം ആസ്പദമാക്കി അല്ലെങ്കിൽ പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ. മുൻ മന്ത്രി കെ.എം. മാണിയുടെ ആത്മകഥ ഏതായിരുന്നു? അത് ആത്മകഥ തന്നെയാണ്. ആത്മകഥ എന്നാണ് അതിൻ്റെ പേര്. മന്നത്ത് പത്മനാഭൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ്. ശ്രീ മന്നത്ത് പത്മനാഭൻ ലിവിങ് ബിയോണ്ട് ദി ഏജസ് എന്നതാണ് മന്നത്ത് പത്മനാഭൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും ആസ്പദമാക്കി NSS പുറത്തിറക്കിയ പുസ്തകം. സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധത്തിന് യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കിയ പുസ്തകമാണ് ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ലെറ്റ്സ് മൂവ് ഫോർവേഡ് ആണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ മൂല്യബോധത്തിന് യുനെസ്കോയും NCERTയും ചേർന്ന് പുറത്തിറക്കിയ പുസ്തകം. സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാനാണ് സംസ്ഥാന നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തിയ ഗവർണർ. പ്രഥമ കായിക ഉച്ചകോടി ആരംഭിച്ചത് ജനുവരി 23-നാണ്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ സേവനങ്ങൾ ഒറ്റ ക്ലിക്ക് ദൂരത്തിൽ എത്തുന്ന പദ്ധതിയാണ് K-സ്മാർട്ട്. ഓക്കെ. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ അതായത് MSME 100 കോടി വിറ്റുവരെയുള്ള ബിസിനസ്സുകൾ ആയി ഉയർത്തുന്നതിനുള്ള പദ്ധതിയാണ് മിഷൻ 1000. ഇപ്പോൾ മിഷൻ 1000 ആണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകളായി ഉയർത്തുന്നതിനുള്ള പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച സൗഹൃദ കേരള പദ്ധതിയാണ് ഓർമ്മത്തോണി. അപ്പോൾ ഓർമ്മത്തോണിയാണ് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് ബാധിച്ച വയോജനങ്ങൾക്കായി രൂപീകരിച്ച സൗഹൃദ കേരള പദ്ധതി. ലോകബാങ്ക് സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതിയാണ് കേര. അപ്പോൾ കേരയാണ് ലോകബാങ്ക് സഹായത്തോടെ കേരളം നടപ്പിലാക്കുന്ന കാർഷിക മേഖല പുനരുജ്ജീവന പദ്ധതി. ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം സുഗമമാക്കുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതിയാണ് പ്രാപ്യം. ഇപ്പോൾ പ്രാപ്യമാണ് ദുരന്തമുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടവർക്ക് രക്ഷാപ്രവർത്തകരുമായി ആശയവിനിമയം നടത്താനായിട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന ആംഗ്യഭാഷാ പരിശീലന പദ്ധതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ
തിരുവനന്തപുരം നഗരത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ്. അപ്പോൾ സേഫ് റോഡാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രിവാൻഡ്രം നഗരത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഒരുക്കിയ പുതിയ പദ്ധതിയാണ് സംവാദം. ഇപ്പോൾ സംവാദമാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ ഒരുക്കിയ പുതിയ പദ്ധതി. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. മൃഗങ്ങൾ, സസ്യങ്ങൾ, മനുഷ്യർ എന്നിവയുടെ സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി. ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ചെറുകിട സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ 25,000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസം. IT പ്രൊഫഷണലുകളായ സ്ത്രീ സംരംഭകർക്ക് തൊഴിലിടം ഒരുക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഷീ ഹബ്. സംസ്ഥാന സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സി സ്പേസ് ആണ് സംസ്ഥാന സർക്കാരിൻ്റെ OTT പ്ലാറ്റ്ഫോം. കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച പ്രോസസ്സറാണ് കൈരളി. ഇപ്പോൾ കൈരളിയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല തദ്ദേശീയമായി വികസിപ്പിച്ച പ്രോസസ്സർ. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയുവാൻ വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുവാനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷനാണ് സ്റ്റെപ്പിനി. അപ്പോൾ സ്റ്റെപ്പിനിയാണ് ഡ്രൈവിംഗ് പരിശീലനത്തിലെയും ടെസ്റ്റിലെയും ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ. അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഒന്നാകെ നടക്കുന്ന പരിപാടിയാണ് കെ വാക്ക്. അപ്പോൾ കെ വാക്കാണ് അന്താരാഷ്ട്ര കായിക ഉച്ചകോടിയുടെ ഭാഗമായി എല്ലാവർക്കും കായികക്ഷമത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ ഒന്നാകെ നടക്കുന്ന പരിപാടി. കേരള വാക്ക്, അതാണ് കെ വാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. 2024 ജനുവരിയിൽ അന്തരിച്ച ആയാംകുടി കുട്ടപ്പ മാരാർ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി ചെണ്ട ആചാര്യർ. അപ്പോൾ കഥകളി ചെണ്ട ആചാര്യരായിരുന്നു ആയാംകുടി കുട്ടപ്പ മാരാർ. കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടിയാണ് ടെറാമാരിസ്. ടെറാമാരിസ് ആണ് കണ്ണൂർ കുഞ്ഞിമംഗലം വെങ്കല പൈതൃക ഗ്രാമത്തിൽ നിന്ന് കൊച്ചി കപ്പൽശാലയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സൃഷ്ടി. 2024 ധാക്ക ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രമാണ് പൂവ്. പൂവാണ് 2024 ധാക്ക ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം. ഇത്രയും കാര്യങ്ങളുമാണ് 2024 ജനുവരിയിലെ കേരളം എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.